മലയാളികൾ വളരെയധികം ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇപ്പോൾ മാറുകയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സായി ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്ന വാർത്ത. ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത്. പെട്ടെന്നൊന്നും വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് ആകില്ല. വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് സായി ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്ന ഈ വാർത്ത. യൂട്യൂബ് ചാനലിലായി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന താരം ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. 2025 തന്നെ സംബന്ധിച്ച് അത്ര നല്ല ഒരു വർഷമായിരുന്നില്ല എന്നാണ് സായി ലക്ഷ്മി തന്നെ പറയുന്നത്. സാന്ത്വനം 2 പരമ്പരയിലൂടെയായിരുന്നു സായി ലക്ഷ്മി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. ക്യാമറമാനായ അരുണുമായുള്ള പ്രണയം വലിയ ചർച്ചയായിരുന്നു. ഡിവോഴ്സിന് ശേഷമായിരുന്നു അരുണിനെ ജീവിതത്തിലേക്ക് സായി എത്തുന്നത്. അവരുടെ വേർപിരിയലിന് കാരണം ഞാനല്ലെന്ന് താരം പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴിതാ വേർപിരിയലിന് ശേഷം അരുണും സായി ലക്ഷ്മിയും ഒരുമിച്ചാണ് താമസിക്കുകയാണെന്ന് പറയുന്നത്. പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാനായില്ല. 50% നല്ലതായിരുന്നു, 50% വളരെ മോശവും. ഓഗസ്റ്റിൽ ബിസിനസ് തുടങ്ങണമെന്ന് കരുതിയതാണ്. ഹോൾസെയിൽ പറ്റിച്ചതിനാൽ തന്നെ നടന്നില്ല. കുറേ തെറ്റിദ്ധാരണകളും വാർത്തകളുമൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങളും ഉണ്ടായിരുന്നു. 50% നല്ല കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാം. വ്യത്യസ്തമായ ഭക്ഷണം പരീക്ഷിക്കാനും കുറേ യാത്രകൾ പോകാനും കഴിഞ്ഞു. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയായിരുന്നു എൻ്റെ 25. അങ്ങനെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നതെന്ന് സായി ലക്ഷ്മി പറയുന്നു. 2026 ഇനി എൻ്റെ പ്രതീക്ഷകൾ മുഴുവനെന്നും പറയുന്നു. പുതിയ പ്രൊജക്റ്റ് വന്നാൽ സ്വീകരിക്കും. എൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. നേരത്തെ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ എൻ്റെ ഒരു സർക്കിളിലേക്ക് ഞാൻ മാറി. പിക്ക് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഞാൻ ഒതുങ്ങി. അല്ലെങ്കിൽ എപ്പോഴാണ് പണി വരുന്നതെന്നറിയില്ല. ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന പ്രകൃതമാണ് എൻ്റെത്. അത് കാരണം കുറേ പണി കിട്ടിയിട്ടുമുണ്ട്. എൻഗേജ്മെൻറ്റ് ഉടനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2026 പ്രതീക്ഷയുണ്ട്. അതിൽ ഇതും ഉണ്ടാകട്ടെ. ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നായിരുന്നു സായി ലക്ഷ്മി തന്നെ പറഞ്ഞ വാക്കുകൾ. അതൊരു നല്ല അഭിനേത്രിയാവണമെന്ന ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യവും നടക്കണമെന്നില്ലല്ലോ. ദൈവം തീരുമാനിക്കുന്നത് പോലെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഡെയിലി വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അവൻ രാവിലെ വർക്കിന് പോകുമ്പോൾ ഞാനും എഴുന്നേൽക്കും, പിന്നെയും കിടന്നുറങ്ങും, പിന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കും, തോന്നിയാൽ വീഡിയോ ചെയ്യും. 2026 കുറച്ചുകൂടി ആക്റ്റീവായി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിവാഹം എപ്പോഴാണെന്നുള്ള ചോദ്യത്തിന് സായി മറുപടി ഇട്ടിട്ടുണ്ട്. ഓരോ സമയത്തും ഓരോന്ന് നടക്കണമെന്നാണല്ലോ. ഞാൻ പ്ലാൻ ചെയ്താലും അത് അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. അതാണ് അതിൻ്റെ സത്യം. ശരിക്കും ഞങ്ങൾക്ക് പ്ലാനിംഗ് ഒന്നുമില്ല. വിവാഹം എപ്പോഴാണെന്ന ചോദ്യത്തിന് സായി മറുപടി നൽകുന്നുമില്ല. ഓരോ സമയത്തും ഓരോന്ന് നടക്കണമെന്നാണല്ലോ. ഞാൻ പ്ലാൻ ചെയ്താലും എല്ലാം നടക്കണമെന്നില്ലല്ലോ എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.